ഞങ്ങളുടെ ശാപങ്ങളെ അകറ്റി കർത്താവെ നന്മ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. അതിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ക്രൂശിലൂടെ ഞങ്ങൾക്ക് വരച്ച് കാട്ടിയിരിക്കുന്ന ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന മക്കളായി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ കടന്നു വരേണ്ടവരെ തക്ക സമയത്ത് കൂട്ടിവരുത്തണമേ. ആരാധനയുടെ മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ദൈവനാമസ്തുതിക്ക് മഹത്വനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 124 ഗീതം ആശിഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദം എന്നാരംഭിക്കുന്ന 124 ഗീതം കോയറിനോട് നമുക്ക് എഴുന്നേറ്റിരുന്നു ചേർന്ന് പാടാം. നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 119, 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനം 119, 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 119, 17 മുതൽ 32 വരെ. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർഷിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു.
എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിചാരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോട് നൽകണമേ. വിശ്വസ്തയുടെ മാർഗ്ഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവ എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കാം. ഇന്നത്തെ വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കും. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മടക്കിയതാർ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രേ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്തുകൾ മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൽ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ വാഴ്ചയുടെ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമിയെ തൻ്റെ പാദപീഠമാക്കി ആർക്കും അടുത്തുകൂടാത്ത നിത്യ തേജസ്സിൽ വസിക്കുന്ന ഞങ്ങളുടെ രക്ഷാൻ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് കർത്താവെ, പല ഭവനങ്ങളായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് നോമ്പാരാധനയായി ഈ ദൈവാലയത്തിൽ കടന്നു വരുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം ഒരുക്കി തന്ന വലിയ ദൈവത്തിന് കൊടാകൂടി സ്തോത്രം 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 ചെയ്യുന്ന കർത്താവെ. യഹോ നല്ലവനെന്ന് രുചിച്ചറിവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് വചനം പറയുന്നത് പോലെ അപ്പാ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ കർത്താവിനെ ശരണം തേടുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് അങ്ങേ വാഴ്ത്തി വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഈ നോമ്പാരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന അച്ഛനെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. മേൽ നിന്ന് ശക്തി പകർന്നു കൊടുക്കണമേ. ശ്രേഷ്ഠമായ രീതിയിലുള്ളതായ കർത്താവെ നേതൃത്വം നൽകുവാനുള്ള കൃപ കൊടുത്തുകൊണ്ടിരിക്കാൻ സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബനാഥനെ അനുഗ്രഹിക്കണം. അപ്പോൾ എല്ലാവരെയും ദീർഘായുസോടെ ശരീരസ്വത്തോടെ കാത്തോളണമേ ദൈവമേ. പിതാക്കന്മാർ തങ്ങളുടെ കടമകൾ നിർവഹിപ്പാൻ തക്കോണം കുടുംബത്തോട് പറ്റിച്ചെന്ന് ജീവിപ്പാനുള്ള കൃപ എല്ലാവർക്കും അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അമ്മമാരായിരിക്കുന്ന
എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കർത്തവ്യങ്ങൾ ശ്രേഷ്ഠകരമായി നിർവഹിപ്പാൻ ദൈവം കൃപ ചെയ്യണം കർത്താവേ. അവരുടെ കുടുംബങ്ങൾ കർത്താവേ, അവരുടെ കുടുംബനാഥന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുവാൻ തക്കണം ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കൽ. സ്തോത്രപ്പ. ദാനമായി തന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി പുറപ്പെടുമ്പോൾ കർത്താവേ, ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മദ്യങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടിട്ട് ദോഷപ്രവൃത്തികൾ ചെയ്യുന്ന ജീവിതങ്ങളോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ എല്ലാ മക്കളും കൊച്ചുമക്കളും എല്ലാം പോകുന്നത്. ദൈവമേ, അവരിലെങ്ങും ഒരു ദോഷം ഉണ്ടാകുവാൻ ഇടവരുത്തരുത്. എല്ലാവരെയും രക്തത്താൽ മുദ്രവെച്ച് കാത്ത് അവിടെ നിന്ന് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന എല്ലാ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സ്കൂൾ വർഷത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും പരീക്ഷകൾ പോയി എഴുതുവാനും നല്ലതായ വിജയം ഈ വർഷം അവരെല്ലാം കരസ്ഥമാക്കത്തക്കോണം ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപജനങ്ങൾക്ക് കടന്നു പോകുന്നവരുണ്ട്, അവരുടെ യാത്രകളെല്ലാം അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശ്രേഷ്ഠകരമാക്കി അവിടെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതര തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് കർത്താവെ. കൂലിപ്പണിക്കാരുണ്ട്, പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് കർത്താവെ. ഉദ്യോഗസ്ഥരുണ്ട്, എഞ്ചിനീയർമാരായി, ഡോക്ടർമാരായി, മറ്റ് അധ്യാപകരായി വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. മേൽ നിന്ന് ശക്തി പകർന്നു കൊടുത്ത് അവരെല്ലാവരും അവരുടെ കടമകൾ കർത്താവെ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ തക്കോണം ദൈവം കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ വരുവാൻ മനസ്സുണ്ടായിരുന്നിട്ടും കഴിയാതെ സാധ്യമാകാതെ ഭവനങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ. അവർക്ക് ഈ ആരാധനയുടെ നന്മ അവരും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ നോമ്പാരാധനകൾക്ക് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലാകുവാനും ഒരു മാറ്റം സംഭവിപ്പാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ അരുതാപ ഹൃദയങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അങ്ങയിൽ നിന്ന് ക്ഷമാപണം പ്രാപിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആത്മാവിൻ്റെ ശക്തി ആർജിച്ചുകൊണ്ട് സ്വസ്ഥരായി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതുമ കർത്താവേ, ഞങ്ങളെല്ലാവരും പുതിയതായി തീരുവാൻ ദൈവം കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി പഴയ മനുഷ്യനെ അവൻ്റെ രാഗബോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ ക്രിസ്തുവിനെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പലരും രോഗികളും ക്ഷീണിതരും വാർദ്ധക്യത്തിലുള്ളവരാണ് എൻ്റെ ദൈവം അറിയുന്നല്ലോ. എങ്കിലും അവിടെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം 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 ചെയ്യുന്ന കർത്താവെ. ഇനിയും നടത്തണം ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി കർത്താവെ. സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ വിവിധമായ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാ സംഘടനകളും അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കോണം കർത്താവ് കരുണയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മാവിലെ നിയന്ത്രിക്കപ്പെട്ട രീതി തന്നെ മുന്നേറുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ മഹായിടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ദൈവമേ തക്കതായ ഒരു ഇടയനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവമേ, അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ. അങ്ങറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ കർത്താവെ. അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിരിക്കുന്നത് വേറെ അറിഞ്ഞു പോയപ്പോൾ അറിവേണ്ടിയില്ല. അപ്പോൾ എല്ലാം അവിടെ നിന്ന് അറിഞ്ഞ് നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണം. കുറവുകളെല്ലാം ക്ഷമിക്കും. യേശു നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലിക്കത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ ആമേൻ. ഈ സമയത്ത് 368 ഗീതം വന്നേൻ കാൽവരി ക്രൂശിന് അരികെ എന്നാരംഭിക്കുന്ന ഗാനം പാടുമ്പോൾ നമുക്ക് കാണിക്ക സ്വീകരിക്കാം. കാണിക്കുന്ന എടുത്തു തീരുന്ന ക്രമത്തിൽ വരികൾ അവസാനിപ്പിക്കേണ്ടതാണ്. 368 ഗീതം. നോക്കി നിന്നെ എൻ പാപബലിയായവൻ
നിന്നെ എൻ പാപബലിയായവനേ. കണ്ടേനോടു തിരുസ്നേഹബലം തിരുകരുണാനിധിയും ഒന്നായി ചേർന്ന വിധം തിരുകരുണാനിധിയും ഒന്നായി ചേർന്ന വിധം പണ്ടേയാകത്തെ പാപത്തിൻ നിമിത്തം ചെയ്യുവാൻ പറുദീസായിൽ നിയോഗിച്ചതിൻ നിവൃത്തി ചെയ്യുവാൻ പറുദീസായിൽ നിയോഗിച്ചതിൻ നിവൃത്തി കണ്ടു വന്നേ കാൽവരി കുരിശിനരികെ നോക്കി നിന്നെ എൻ പാപബലിയായവനേ. നോക്കി നിന്നെ എൻ പാപബലിയായവനേ. പ്രാർത്ഥിക്കാം. എല്ലാ ദാനങ്ങളുടെയും ഉറവയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നോമ്പ് ആരാധനയുടെ 18ാമത്തെ ദിവസം ഞങ്ങൾക്ക് ആലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അർപ്പിച്ചിരിക്കുന്ന കാഴ്ചയെ ദൈവം സ്വീകരിക്കണമേ. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണം. ആകാശത്തിലെ കിളിവാൽ തുറന്ന് സമൃദ്ധമായ നന്മയും അനുഗ്രഹവും പ്രിയപ്പെട്ടവർക്ക് നൽകി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുവാൻ കർത്താവെ സഹായിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയുടെ 18ാം ദിവസം നമുക്ക് ആലയത്തിലായിരുന്ന് കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഇടയാക്കിയ ഭാഗ്യാവസ്ഥയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഈ ആരാധനയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ പകലുള്ള എല്ലാ തിരക്കുകളും ഉണ്ടായിരുന്നിട്ടും സമയം കണ്ടെത്തി നിങ്ങൾ ആലയത്തിൽ വന്നത് ഒരിക്കലും വൃഥാവായി പോവുകയില്ല. കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരുണയുള്ള കരം നീട്ടി നിങ്ങളെ ആശീർവദിക്കും. അതിലേക്ക് നാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് വായിച്ചു കേട്ട ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കുറിവാക്യം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾ പകരുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുമ്പോൾ അതിനെ ധ്യാനിക്കുവാൻ, യേശുവിനെ ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും ദൈവം വിശുദ്ധീകരിച്ച് ഒരുക്കി അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുവാൻ അടിയനെ അധികാരപ്പെടുത്തണം. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം വചനം വായിക്കുമ്പോൾ ഇന്നലെ അച്ഛൻ പറഞ്ഞതുപോലെ സ്വയമായി നാം ആ വചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നതാണ് വചനത്തിൻ്റെ ധ്യാനം. അപ്പോൾ ഈ നോമ്പിൻ്റെ ധ്യാനം എന്ന് പറയുന്നത് ധ്യാനമാണ്. വചനത്തെ ധ്യാനിക്കുക, അതിനെ വിശകലനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാകുന്നു എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. അപ്പോൾ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അത് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇത് വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ വചനങ്ങളുടെ ധ്യാനം ലഭിക്കും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? 10-ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു.
ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. 13-ാം വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആ 1-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്നുകൂടെ വായിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ വചനത്തിൻ്റെ ധ്യാനമായിട്ടത് മാറും. ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് നമുക്ക് വരച്ച് കിട്ടിയിരിക്കുന്നത്? എന്താണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമുക്ക് വരച്ച് കിട്ടിയിരിക്കുന്നത്? 2, ആരാണ് നമ്മുടെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നത്? 16 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതിന് ഓർത്താൽ നമുക്കതിൻ്റെ മറുപടി കിട്ടും. ആരാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ? ആരാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കാരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് യേശുക്രിസ്തു ആരാണ്? ഏറ്റവും ഒടുവിലത്തെ ചോദ്യം, എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്ത് തന്നത്? അതാണ് ഏറ്റവും വലിയ അർത്ഥം. എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തു തന്നത്? ഈ 4 ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം കണ്ടെത്തുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഈ സമയം തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിറയും. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ദൈവം നൽകും. അതിലൂടെയാണ് നാം ജീവിക്കുന്നത്. എന്താണ് കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുന്നത്? ആരാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നാം ആരെയാണ് വച്ചിരിക്കുന്നത്? ആരാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് യേശുക്രിസ്തു ആരാണ്? എന്താണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത് തന്നത്? ചില വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ കുറച്ചുകൂടെ സഹായകരമായിരിക്കും. എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്ത് തന്നത്? ഇന്നിവിടെ വായിച്ച് കേട്ട ഭാഗത്തിലൂടെ കടന്നു പോകും. അതോടൊപ്പം അതിൻ്റെ ഒത്തുവാക്യങ്ങൾ കൂടെ വായിക്കുവാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1 കൊരിന്ത്യർ 1:23-24, 2:2. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് കേട്ടു. ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യർ അവരെ ക്ഷുദ്രം ചെയ്ത് അവർ മയക്കപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരോട് വളരെ സ്പഷ്ടമായിട്ട് പൗലോസ് പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യർ. എന്തുകൊണ്ടാണ് അവർ ബുദ്ധിയില്ലാത്തവരായി തീർന്നത്? ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടു. അവരെ ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്നു. ഇത് പൗലോസ് പറയുവാൻ പ്രത്യേക കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ, മരണത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ തങ്ങൾ അല്ലെങ്കിൽ ഗലാത്യർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമായി അവരെ പഠിപ്പിച്ചതാണ്. എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചത് എന്ന് നമുക്കും ദൈവം പഠിപ്പിച്ചു പലരിലൂടെയും. ഈ പഠനം നിലനിൽക്കുമ്പോഴാണ്
പൗലോസ് അവരോട് ചോദിച്ചിരി നിങ്ങളെ ആരാണ് ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഒന്നുകൂടെ ഉറപ്പിച്ച് പൗലോസ് പറയുന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി അവരുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ മക്കളെ, യേശുവിനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുകയാണ്. വായിക്കാമോ? 1 കൊരിന്ത്യർ 1:23-24 വാക്യങ്ങൾ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. 2:2 ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വളരെ വ്യക്തമായി പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, യഹൂദന്മാർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തടങ്കൽ പാറയായിരുന്നു. അതായത് വളരെ വ്യക്തമായി പറയുന്നു, അവരെ വിശ്വസിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരുന്നത് ക്രൂശാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ലായി തടസ്സമായി നിന്നത് ക്രൂശാണ്. അതുകൊണ്ടാണ് ലേഖനത്തിൽ പറഞ്ഞത്, ഈ ഇടയശ്രേഷ്ഠനായ ക്രിസ്തു ക്രൂശിക്കപ്പെടും എന്ന് ഈ ലോകത്തിൻ്റെ പ്രഭു അറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ യഹൂദന്മാർ യേശുവിൽ വിശ്വസിക്കാത്തത് അവർക്ക് തടസ്സമായിരുന്നത് ക്രൂശാണ്. എന്തുകൊണ്ടാണ് ഈ ക്രൂശ് അവർക്ക് തടസ്സമായിരുന്നത്? തങ്ങളുടെ രക്ഷയാൽ അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു രക്ഷകൻ ക്രൂശിൽ മരിക്കൂ എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ച് അവിശ്വസനീയവും നിന്ദ്യവുമായിരുന്നു. അത് യഹൂദന്മാരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവസാനം യേശുക്രിസ്തുവിൻ്റെ വരവിൽ കുത്തിയവെങ്കിലേക്ക് നോക്കാനുള്ളൊരു അവസരം യേശുവിൻ്റെ 2ാം വരവിൽ അവർക്ക് ഒരുക്കിയിരിക്കുന്നത്. വളരെ അർത്ഥപൂർണമാണത്. അവരുടെ ചിന്ത നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്. ദൈവപുത്രനായി അവർ കാത്തിരുന്ന മെസ്സിഹയെ ഒരിക്കലും ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ കഴിയുകയില്ല ഈ ലോകത്തിന്. അതാണ് അവരുടെ ചിന്ത. തങ്ങളുടെ രക്ഷകൻ ക്രൂശിൽ മരിക്കൂ എന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ച് അവിശ്വസനീയമാണ്. അവർക്ക് വിശ്വസിക്കാനേ കഴിയുകയില്ല. കാരണം ക്രൂശിൽ മരിക്കുന്നത്, അത് ഞാൻ തുടർന്ന് പറയാം, അത് നിന്ദ്യമായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:13 നമുക്ക് അത് വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ക്രൂശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീനമായ ഒരു ശിക്ഷയായി യഹൂദന്മാർ കരുതിയിരുന്നു. വായിക്കാമോ? ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് വായിച്ചു കേട്ട വാക്യം, നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ക്രിസ്തു. അവിടെ ഈ ക്രൂശിനെ നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു അടയാളമാണ് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ 10 ബാധകളിൽ അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരം. ആ സമയത്ത് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനങ്ങളിൽ, അതാത് ഭവനങ്ങളിൽ, എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നല്ല, അതാത് ഭവനങ്ങളിൽ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളപ്പടിയുടെ കുറുമ്പടിമേലും നെടുമ്പടിമേലും, അവിടെ തന്നെ ക്രൂശിൻ്റെ ഒരു അടയാളമുണ്ട്. കട്ടളക്കാലിൻ്റെ കുറുമ്പടിമേലും നെടുമ്പടിമേലും ഈ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം. ഇതന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പുതിയ നിയമവിശ്വാസികൾക്കാണ് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് പൗലോസ് നൽകുന്നത്. അത്
എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം അത് അവസാനത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പൗലോസ് പറഞ്ഞിരിക്കുന്നു. ക്രൂശിൽ ക്രിസ്തു കിടന്നപ്പോഴും അവർ യേശുവിനെ നിന്ദിച്ചു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 41-42, അതുപോലെ മർക്കോസ് 15:31-32. ഈ വാക്യത്തിൽ മത്തായി 27:41-42 വായിക്കുമ്പോൾ യേശുവിനെ നിന്ദിച്ചത്, ഇത് യഹൂദന്മാരാണ് നിന്ദിക്കുന്നത്. കാരണം അവർക്ക് ഒരു മെസ്സിഹ ക്രൂശിൽ ഒരിക്കലും കിടക്കുകയില്ല, അങ്ങനെ മെസ്സിഹയെ തകർക്കുവാൻ കഴിയുകയില്ല. യഹൂദന്മാരെ രക്ഷിച്ച് ആ മെസ്സിഹ രാജസ്ഥാനത്തിരിക്കും, ഒരിക്കലും കൊല്ലുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ചവരാണ് യഹൂദന്മാർ. അതുകൊണ്ടാണ് യേശുവിനെ നിന്ദിക്കുന്നത്. വായിക്കാമോ? മത്തായി 27:41-42. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ കേട്ടോ, അവൻ ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. അവരുടെ ചിന്ത നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അവർ ചിന്തിച്ചു, ഇസ്രായേലിൻ്റെ രാജാവാണെങ്കിൽ, മെസ്സിഹയാണെങ്കിൽ ക്രൂസിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി വരും. പക്ഷേ പിതാവായ ദൈവം ലോകമാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് കുഞ്ഞാടായിട്ട് അയച്ച ആ രക്ഷയുടെ പ്രവൃത്തി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എബ്രായർക്ക് ലേഖനം 13-ന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. അവിടെ മുദ്രയിട്ടിരുന്നു. പുതിയ നിയമസഭയ്ക്കാണ് ആ വെളിപ്പെടുത്തൽ ദൈവം നൽകിയത് യേശുക്രിസ്തുവിലൂടെ. ഈ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരൊക്കെ നീതീകരണം പ്രാപിക്കുന്നത് പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനികളിലൂടെയാണ്. വായിക്കാമോ ആ 2 വാക്യം? നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അവസാനത്തെ 2 വാക്യങ്ങൾ. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം സാക്ഷ്യം ലഭിച്ചു. ആര്? അവരെല്ലാവരും ആ അധ്യായത്തിൽ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടിക, അതെല്ലാം പറയാൻ സമയമില്ല. 11-ാമത്തെ എബ്രായർ 11-ാമത്തെ അധ്യായത്തിൽ കുറേ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ടുണ്ട്. ആ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും, വായിക്കാം ബാക്കി, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടുണ്ടോ? വളരെ അർത്ഥപൂർണമാണ്. അവരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ആര്? ഈ പഴയ നിയമത്തിലെ യേശുക്രിസ്തുവിന് മുമ്പുള്ള ആൾക്കാരെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ക്രിസ്തുവിനെ മുൻകരുതിയിരുന്നു. എന്ത് ഭാഗ്യാവസ്ഥയാണ് ദൈവം നമുക്ക് നൽകിയത്. നമ്മിലൂടെയാണ് പഴയ നിയമ വിശ്വാസികളും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന്, മരണത്തിന്, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള തലമുറയാണ് നമ്മൾ. അതായത് ലോകത്തിലെ യഹൂദന്മാരല്ലാത്ത ജനം, ജാതികൾ. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ഒരു രക്ഷകൻ അത് ഭോഷത്വമെന്ന് ഈ ലോകത്തിലെ ജ്ഞാനികൾ പറയുന്നത്. ക്രൂശിക്കപ്പെട്ട രക്ഷകൻ. തൊട്ട് മുമ്പ് വായിച്ചത് കേട്ട് കാണും. അങ്ങനെയാണ്, നീ രാജാവാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നു ഒരു കുറ്റവാളിയെപ്പോലെ. വധിക്കപ്പെടുമെന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ച് അത്യന്തം പരിഹാസ്യമാണ്. മെസ്സിഹ വധിക്കപ്പെടുമെന്നത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവും ആകുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഉയർത്ത ക്രിസ്തുവിൻ്റെ ശക്തി നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്.
അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ന്യായവിധി നടക്കുമ്പോൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും എന്ന് യഹൂദന്മാർക്ക് ഒരവസരം ദൈവം കൊടുക്കുന്നത്. നാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, കഷ്ടപ്പാട്, മരണം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉള്ളവരാകൊണ്ട് നമുക്ക് ദൈവം ഡയറക്റ്റായിട്ട് രക്ഷ നൽകിയിരിക്കുകയാണ്. ഈ ഫോഷത്വത്തിൽ വിശ്വസിക്കുന്നത്. എന്താണ് ഫോഷത്വം? ക്രൂശിക്കപ്പെട്ട ഒരു രക്ഷകൻ, ലോകത്തെ രക്ഷിക്കുവാൻ യേശു ദൈവപുത്രൻ രാജാവ് ക്രൂശിക്കപ്പെട്ടു, യഹൂദ ഗോത്രത്തിലെ സിംഹം ക്രൂശിക്കപ്പെട്ടു എന്ന അവസ്ഥ. വിളിക്കപ്പെട്ടവർ നാം ഓരോരുത്തരുമാണ്, വിശ്വാസികൾ. ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നവർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒരിക്കലും ബലഹീനതയുടെയോ നിന്ദയുടെയോ ഫോഷത്വത്തിൻ്റെയോ അടയാളമല്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നാം നമ്മുടെ ഹൃദയത്തിൽ ധരിക്കുന്നതിൻ്റെ അടയാളമായി നമ്മുടെ മാലകളിൽ, ചിലർ കയ്യിലൊക്കെ അടയാളമായി സ്വീകരിക്കുന്നത് ഉള്ളിൽ സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ടാണ്. സ്നാനവും സ്ത്രീകരണവും എടുക്കുമ്പോൾ കുരിശ് വരച്ച് മുദ്ര പതിപ്പിക്കും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവവിളി കേട്ട നമുക്ക് ഒരിക്കലും ബലഹീനതയുടെയോ നിന്ദയുടെയോ ഫോഷത്വത്തിൻ്റെ അടയാളമല്ല. പിന്നെ നമ്മെ നിന്ദിക്കുമ്പോൾ, നാം ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് ബലഹീനത വരുമ്പോൾ, നമ്മെ ഈ ലോകം ഫോഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിൽ വെളിപ്പെടും. ഈ ലോകം എന്താണ് പറയുന്നത് എന്ന് ഈ ലോകത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു, ക്രൂശിക്കപ്പെട്ട യേശു ദൈവശക്തിയും ദൈവത്തിൻ്റെ പരിജ്ഞാനവുമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പൗലോസ് പറയുന്നു. വാക്യം എടുക്കാം. ഈ ക്രിസ്തുവിൽ സർവശക്തിയും സർവജ്ഞാനവുമുണ്ട്. ആ ശക്തി ജ്ഞാനവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ദൈവവചനം നമ്മെ വാഗ്ദത്തത്തിലൂടെ പറയുന്നു. അത് ദൈവശക്തിയും ദൈവജ്ഞാനവും നമുക്ക് ലഭിക്കുമ്പോൾ പാപത്തെ ജയിക്കാൻ, ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള ശക്തി, ദൈവത്തെ അറിഞ്ഞ് രക്ഷാമാർഗം അറിയുവാൻ, നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാവും. വായിക്കാമോ? റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയും ആകുന്നു. അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് രക്ഷാമാർഗം അറിയുന്നവന് ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും ലഭിക്കും. ഇന്ന് വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരാം. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 നാം വായിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്ക് ന്യായപ്രമാണം മുഖാന്തരമുള്ള പാപശാപങ്ങളുടെ, തലമുറകളുടെ ശാപങ്ങൾ, പാപങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മെ മോചിപ്പിക്കുവാൻ, രക്ഷിക്കുവാൻ യേശു ശാപമായി തീർന്നു നമുക്ക് വേണ്ടി. നാം നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ആ ദൈവമേ, എൻ്റെ ദൈവമേ നീ എൻ്റെ കൈവിട്ടതെന്ത് എന്ന് നരകത്തിൽ കിടന്ന് നാം വിളിക്കേണ്ട വിളി കർത്താവ് ക്രൂശിൽ കിടന്ന് നമുക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ശക്തി, ആ പാപത്തിൽ നമ്മെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്ത ശക്തിയായ ആ ആത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും നമ്മിലേക്ക് പകർന്ന് ദൈവം തരുന്നു. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അറിയാവുന്നവർക്ക് ഈ പാട്ടിൻ്റെ 4 വരികൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ
ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ സ്നേഹസാഗരമായി ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ സ്നേഹസാഗരമായി ഞങ്ങളെ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ക്രൂശിൽ നിന്ന് ഞങ്ങളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ സ്നേഹമായ ആ വലിയ കൃപയെ രക്ഷയെ ഞങ്ങളിൽ പെരുകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്ത ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ട ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് വരച്ച് കിട്ടിയിരിക്കെ ഞങ്ങളിനി ഒരിക്കലും ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവമായ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലെല്ലാ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളങ്ങ് വളരുവാൻ ദൈവം കൃപ നൽകണമേ. ഇനി അതുകൊണ്ട് ഞങ്ങളിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആശീർവാദം സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. See